നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ഖഡ്ഗരാവണൻ എന്ന മൂർത്തിയെക്കുറിച്ചാണ്. പലരും ഖഡ്ഗരാവണൻ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ മന്ത്രങ്ങളും ഒക്കെ കുറച്ച് ഗോപ്യമായതുകൊണ്ട് പലർക്കും അറിയില്ല. ഖഡ്ഗരാവണൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും രാവണനെ ആയിട്ടാണ് സങ്കല്പിക്കുന്നത്. അത് രാവണനല്ല, ഖഡ്ഗരാവണ രുദ്രൻ എന്നാണ് പറയുന്നത്. ശിവന്റെ തന്നെ ഒരു അവതാര സ്വരൂപമാണ് ഖഡ്ഗരാവണൻ. അത് രാവണൻ ശിവനെ അത്യുഗ്രമായി പൂജിച്ചിരുന്നതുകൊണ്ട് ശിവനെ തന്നെ അങ്ങനെ വിളിക്കുന്നതാണ് ഖഡ്ഗരാവണ മൂർത്തി എന്നത്. ഖഡ്ഗരാവണ രുദ്രൻ എന്നൊക്കെ പല തന്ത്രങ്ങളിലും ചെറുതായി പ്രതിപാദിച്ചു പോയിട്ടുണ്ടെങ്കിലും മാന്ത്രികത്തിലും ഇതുപോലുള്ള ഷഡ്കർമ്മങ്ങൾ ചെയ്യാനും രുദ്രകർമ്മങ്ങൾക്കോ ഉള്ളത് ഖഡ്ഗരാവണൻ എന്ന മൂർത്തിയാണ്. അതിപ്പോ ധ്യാന ശ്ലോകങ്ങളിൽ തന്നെ രുദ്രന്റെ എല്ലാ സ്വഭാവങ്ങളും വർണ്ണിക്കുന്ന ഒരു മൂർത്തിയാണ്. ഖഡ്ഗമേന്തിയ രാവണൻ എന്നൊക്കെ പലരും പറയും, രാവണനാണെന്നും പറയും. പക്ഷെ അങ്ങനെയല്ല, മൂർത്തി ശിവൻ തന്നെയാണ്. ശിവനെ കൊണ്ടാണ് ഖഡ്ഗരാവണനെ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രശ്നമാർഗത്തിൽ തന്നെ ഖഡ്ഗരാവണ ബലി എന്ന ബലിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഈ പ്രശ്നം വെച്ച് ചാർട്ട് എഴുതി കൊടുക്കുമ്പോഴൊക്കെ ഖഡ്ഗരാവണ പൂജ, അത് എന്താന്ന് വെച്ചാൽ ഈ ബാബിചാര നാശത്തിന് പ്രശ്നമാർഗത്തിൽ ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രതിവിധിയാണ്. ഇത് ചൊവ്വയുടെ ബന്ധം നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഖഡ്ഗരാവണ ബലി ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഖഡ്ഗരാവണ മൂർത്തി എന്നാണ് പറഞ്ഞത്. നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഖഡ്ഗരാവണന്റെ ഒരു ബന്ധന, അതായത് യാത്രാവിലക്ക് എന്ന് പറയുന്ന ഒരു ശത്രു, അല്ലെങ്കിൽ ഒരു ശത്രു നമ്മളുടെ നാശത്തിനു വേണ്ടി വേറെ എവിടെയെങ്കിലും രാജ്യങ്ങളിലോ മറ്റ് ദിക്കുകളിലോ പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ രക്ഷയ്ക്കു വേണ്ടി അത് ബന്ധിക്കുന്നതിനുള്ള ഒരു മന്ത്രമാണ്. അത് ശത്രു വിദേശത്ത് പോയി പണ്ട് പടകളെ കൂട്ടിക്കൊണ്ടു വരാതിരിക്കാനൊക്കെ ശത്രുവിന്റെ വിമാനയാത്രയാണെങ്കിലും ജലയാത്രയാണെങ്കിലും ബന്ധിക്കുവാനുള്ള ഒരു മന്ത്രം കൂടിയാണ് പറയുന്നത്. ആദ്യം ഋഷിയും ഛന്ദസ്സും ദേവതയും പറയുന്നു. വാമദേവ ഋഷി യജുർസാമ അഥർവണ ഛന്ദസ് ഖഡ്ഗരാവണ രുദ്രോ ദേവത ആം ബീജം ഹ്രീം ശക്തി ക്രോം കീലകം ഖഡ്ഗരാവണ പ്രസാര സിദ്ധാർത്ഥ്യേ ജപേ വിനിയോഗ. ധ്യാനം. പതീം പശൂനാം നൃത്യന്തം ഭൂതാനാം പ്രേതഭൂതലേ ശ്മശാനപസ്മലിക്താംഗം സർവപയജ്ഞോപവേനിതം ശാർദൂലചർമ്മവസനം അട്ടഹാസാതിരീഷണം കർമ്മരാരവമുഖരം ശശാങ്കാകൃതശേഖരം ത്രിസന്ധ്യമുഖഭൂതാനാം കരവാളകപാലിനീം രാസ്യേന അശ്യന്തി സർവഭൂതഗ്രഹോദയം. ഇതായത് ഖഡ്ഗരാവണന്റെ പുലിയുടെ ചർമ്മവിട്ട് ഖഡ്ഗോവേന്തി ചന്ദ്രക്കലയോടുകൂടി നിൽക്കുന്ന ശ്മശാനഭസ്മം ധരിച്ച സാക്ഷാൽ അതെ ശിവന്റെ ആ രൂപം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, രാവണനെ അല്ല എന്ന് നമുക്ക് ധ്യാന ശ്ലോകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇനി മന്ത്രം പറയുന്നു. ഓം ആം ഹ്രീം ക്രോം ഖടഘട ജഹി ക്രോ ഖഡ്ഗരാവണായ വം അം ലം അം യം ഡം ദം സർവം സ്തംഭയ ശ്മശാനരുദ്രായ ഠാൻ ധീം ധൂം ഭൂമാന്തരീക്ഷ ഗമനം ബന്ധേ ബന്ധയ സ്തംഭയ സ്തംഭയ ഖാദേ ഖാദേ സ്വാഹ. ഇവിടെ സർവം എന്നുള്ളയിടത്ത് ആളുടെ പേര് ചേർത്ത് 1008 ജപിച്ചു കഴിഞ്ഞാൽ ശത്രുവിന്റെ യാത്ര ബന്ധിക്കപ്പെട്ടു പോകും. ദേവി ഇതാരും ദുഷ്കർമ്മത്തിനു വേണ്ടി ഉപയോഗിക്കരുത്. ഇത് നിവൃത്തിയില്ലാതെ ശത്രുക്കൾ നമ്മളെ ഉപദ്രവിക്കുവാനും മറ്റും ചെയ്യാൻ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ മാത്രം പ്രയോഗിക്കാനുള്ള മന്ത്രമാണ്. അല്ലാതെ നമുക്ക് അസൂയ തോന്നി മറ്റൊരാൾ വിദേശത്തേക്ക് പോകുമ്പോഴൊക്കെ ഇത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഖഡ്ഗരാവണൻ സാക്ഷാൽ ശിവനാണ് എന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. നമസ്കാരം.